ഇന്ത്യ അപേക്ഷിച്ച് സന്തോഷ സൂചികയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ തൊട്ട അയൽവാസിയായ പാകിസ്ഥാൻ. ഇന്ത്യ അപേക്ഷിച്ച് പല കാര്യങ്ങളിലും പാകിസ്ഥാൻ വളരെ പിന്നിലാണ്. പണപ്പെരുപ്പം രൂക്ഷമാണ്, വിലക്കയറ്റം അതിരൂക്ഷമാണ്. 1 കിലോ ഏത്തപ്പഴത്തിന് 500 രൂപ വിലയുണ്ട്. ആ നിരക്കിലാണ് ബാക്കി എല്ലാ സാധനങ്ങളും. പണ്ട് അമേരിക്കയിൽ നിന്ന് കൈ അയച്ച് സഹായം കിട്ടിയിരുന്നു, ഇപ്പോൾ അത് കിട്ടുന്നില്ല. ഇപ്പോൾ നാണ്യനിധിയിൽ നിന്ന് ഒരു വായ്പ കിട്ടിയതാണ് പാകിസ്ഥാൻ ആകെയുള്ള ഒരു ആശ്വാസം. പിന്നെ സമ്പന്നമായ അറബി രാജ്യങ്ങൾ കൊടുക്കുന്ന സക്കാത്ത് കൊണ്ടുമാണ് ഇവർ പട്ടിണി കൂടാതെ കഴിയുന്നത്. പാകിസ്ഥാനിൽ ധാതുക്കളും ലോഹങ്ങളുമൊക്കെ ധാരാളമുണ്ട്. പക്ഷേ അതൊന്നും വേർതിരിച്ചെടുത്ത് രാജ്യത്തെ സമ്പുഷ്ടമാക്കാൻ അല്ലെങ്കിൽ സമ്പന്നമാക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെയില്ല. രാഷ്ട്രീയ അനിശ്ചിതത്വം, പിന്നെ അതിഭയങ്കരമായ അഴിമതി, ഇതൊക്കെയാണ് ആ രാജ്യത്തെ ഗ്രസിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ. അതിനു പുറമെയാണ് ഇപ്പോൾ സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളം ഇന്ത്യക്കാരെ ഇടയ്ക്ക് തുറന്നു വിടും, ഇടയ്ക്ക് അടച്ചു വെക്കും. ഇങ്ങനെയൊക്കെയുള്ള പലവിധ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ തീവ്രവാദികളുടെ ആക്രമണമുണ്ട്, താലിബാൻ്റെ ഉപദ്രവമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യക്കാരെന്ന് കരുതപ്പെടുന്ന അജ്ഞാതർ അവിടെയുള്ള ലഷ്കർ തീവ്രവാദികളെ വെടിവെച്ച് കൊല്ലുന്ന പോലുള്ള സംഭവങ്ങളുണ്ട്. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഏതൊരു പാകിസ്ഥാൻകാരൻ്റെ ജീവിതം വളരെ സന്തോഷകരവും ഉല്ലാസകരവുമാണ്. ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിൻ്റെ വേരുറപ്പ് ഇവിടെ ഇപ്പോൾ കാണുമോ വേറെങ്ങാനും എന്ന് പണ്ട് വൈലോപ്പിള്ളി ചോദിച്ചത് പാകിസ്ഥാൻകാരെ ഉദ്ദേശിച്ച. പലവിധ പ്രശ്നങ്ങളുണ്ട്, എന്നാലും പാകിസ്ഥാൻകാർ വളരെ സന്തുഷ്ടരാണ്. അവർക്ക് അങ്ങനെ ചിന്തിച്ച് തല പോയിക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് സന്തോഷ സൂചികയിൽ ഇന്ത്യ അപേക്ഷിച്ച് പാകിസ്ഥാൻ മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട നമ്മുടെ സൈനിക നടപടി ഉണ്ടായല്ലോ. ഇന്ത്യക്കാർ ഇവിടെ നിന്ന് മിസൈലുകളും ബോംബും മറ്റുമൊക്കെ വർഷിച്ച് അവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, തീവ്രവാദികളുടെ സങ്കേതങ്ങൾ തകർത്തു. അതിന് പ്രത്യാക്രമണമായിട്ട് പാകിസ്ഥാൻ സംഘടിപ്പിച്ച കലാപരിപാടികളൊക്കെ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം അത് അതിർത്തിയിൽ വെച്ച് തന്നെ തകർത്ത് തരിപ്പണമാക്കി. പ്രത്യാക്രമണത്തിൽ അവരുടെ പ്രധാനപ്പെട്ട വ്യോമ കരസേന സങ്കേതങ്ങൾ തകർത്തു. പാകിസ്ഥാന് വലിയ തിരിച്ചടി ഉണ്ടായി എന്നാണ് ഇവിടുത്തെ പത്രങ്ങൾ മാത്രമല്ല ദേശാന്തരിക മാധ്യമങ്ങൾ കൂടിയും പറയുന്നത്. ഇന്ത്യ ഗവൺമെൻറ് അതിനൊക്കെ കൃത്യമായ തെളിവും പുറത്തുവിട്ടു. ആദ്യം തിരിച്ചടിക്കുന്നത്, രണ്ടാമത് സൈനിക കേന്ദ്രങ്ങൾ നടത്തുന്ന ആക്രമണം, ആക്രമണത്തിന് മുമ്പുള്ള ദൃശ്യങ്ങൾ, ആക്രമണം കഴിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങൾ, ഇതൊക്കെ പ്രകടിപ്പിച്ചു. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പാകിസ്ഥാൻകാർക്ക് അതൊരു കുലുക്കില്ല. വെടിനിർത്തലുണ്ടായെന്ന് കേട്ടപ്പോൾ അവർ പൂത്തിരി കത്തിച്ചു, മധുരപലഹാരം വിതരണം ചെയ്തു, ഒക്കെയാണ് സന്തോഷം രേഖപ്പെടുത്തിയത്. കാരണം വെടിനിർത്തൽ ഉണ്ടായല്ലോ, ഇനി കൂടുതൽ ആളുകൾ ചാകുകയില്ലോ എന്ന സമാധാനമല്ല. അവർ വിചാരിക്കുന്ന യുദ്ധത്തിൽ അവരാണ് ജയിച്ചത് എന്നാണ്. പാകിസ്ഥാൻ അതിഭയങ്കരമായ വിജയം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 75 കൊല്ലത്തിന് അല്ലെങ്കിൽ 80 കൊല്ലത്തിനിടയിലുണ്ടായ വലിയ ഒരു സൈനിക പരാക്രമമാണ് ഇന്ത്യയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന് പാകിസ്ഥാനിലെ രാഷ്ട്രീയക്കാർ, അതിൽ ബിലാവൽ ഭൂട്ടോയുണ്ട്, പിന്നെ ഷഹബാസ് ഷെറീഫുണ്ട്, ബാക്കി ആളുകളുണ്ട്. ഇവരൊക്കെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. പാകിസ്ഥാനിലെ പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളൊക്കെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇതാ ഇന്ത്യക്കാർ നമ്മളെ ശക്തമായി ഒരു ഇടി ഇടിച്ചു. ആദ്യത്തെ ഇടി നമ്മൾ മൂക്കുകൊണ്ട് തടഞ്ഞു, രണ്ടാമത്തെ ഇടി നെഞ്ചുകൊണ്ട് തടഞ്ഞു, കൈ വേദന എടുത്തിട്ട് ഇന്ത്യക്കാരന് ഇടി നിർത്തി. ഇതാണ് അവരുടെ വിശകലനത്തിൻ്റെ അല്ലെങ്കിൽ വ്യാഖ്യാനത്തിൻ്റെ ഒരു രീതി. അപ്പോൾ ഈ രീതിയിലുള്ള വിശകലനം കേട്ട് പാകിസ്ഥാനിലെ നല്ലവരായ നാട്ടുകാർ എല്ലാവരും സാധുക്കളാണ്, അവരൊക്കെ അത് കേട്ട് സന്തോഷിച്ച് തുള്ളിച്ചാടി. ഇതാ ഇന്ത്യ യുദ്ധം തോറ്റേ, നാണം കെട്ട ഇന്ത്യ യുദ്ധം നിർത്തിയേ, വെടി നിർത്തിയേ, ഈ നമുക്കൊന്നും പേടിക്കണ്ടേ, ആർപ്പോ ഇറോ 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 എന്ന് പറഞ്ഞ് സന്തോഷം രേഖപ്പെടുത്തുക. ആ സന്തോഷത്തിൽ നമ്മുടെ ഇവിടെയുള്ള ചില ആൾക്കാരൊക്കെ പങ്കുചേരുന്നുണ്ട്. ഞാനിപ്പോൾ അവരുടെ പേര് പേരോ മറ്റ് ഡീറ്റെയിൽസൊന്നും പറയുന്നില്ല. ഏതായാലും അങ്ങനെ സന്തോഷിക്കുന്ന ആളുകൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യ നശിച്ചു കാണണം എന്നാഗ്രഹിക്കുന്ന ചില പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ഉണ്ട്. അതെന്തുവാട്ടെ, സന്തോഷിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടാവുമല്ലോ. പക്ഷേ പാകിസ്ഥാൻ ഗവൺമെൻറ് ഇത്ര ഗംഭീരമായി ചെറുത്തുനിൽപ്പ് നടത്തിയ അവിടുത്തെ കരസേനാ മേധാവിയുണ്ട്, ജനറൽ മുനീർ. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഈ പരിപാടിയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം പ്രവാസികളായ പാകിസ്ഥാൻകാരോട് നമ്മൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് പോകുന്നത് എന്ന് ബോധവൽക്കരിക്കുന്ന ഒരു വീഡിയോ കുറച്ചാൾ മുമ്പ് കാണുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ആഹാര രീതി വേറെയാണ്, വസ്ത്രധാരണത്തിൻ്റെ രീതി വേറെയാണ്, മതം വേറെയാണ്, സംസ്കാരം വേറെയാണ്, ചിന്തകൾ വേറെയാണ്, ആകൃതിയിൽ പ്രകൃതിയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് ഭിന്നമാണ്. ഒരിക്കലും നമ്മൾ ഇന്ത്യക്കാർക്ക് കീഴടങ്ങുകയില്ല. ഇന്ത്യ ഗവൺമെൻറ് എന്തൊക്കെ ഗുണ്ടായുസം കാണിച്ചാലും പാകിസ്ഥാൻ ചെറുത്ത് നിൽക്കും എന്നൊക്കെയാണ്.
ഇദ്ദേഹത്തിൻ്റെ ഈ ചപ്പടാച്ചി അന്ന് ആളുകൾ വിശ്വസിച്ചു എന്നുവേണം നമ്മൾ മനസ്സിലാക്കാൻ. ആളുകൾ ഇപ്പോഴും അത് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനിലെ ഏറ്റവും ജനപ്രിയനായ ഒരു വ്യക്തി ഈ ജനറൽ മുനീറാണ്. അദ്ദേഹത്തിൻ്റെ ഖ്യാതിക്ക് മുമ്പിൽ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധിക്ക് മുമ്പിൽ പ്രധാനമന്ത്രി ഷെറീഫോ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയായിരുന്ന നമ്മുടെ ബിലാവൽ ഭൂട്ടോയോ അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇമ്രാൻഖാനോ ആരും ഒന്നുമല്ല. അത്രയും ജനപ്രിയ നായകനാണ് ഈ ജനറൽ മുനീർ. ഏതായാലും വിശിഷ്ട സേവനത്തിന് അദ്ദേഹത്തിന് പാകിസ്ഥാൻ ഗവൺമെൻറ് പുള്ളിയെ പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പുള്ളിയെ പ്രൊമോട്ട് ചെയ്ത് ഇപ്പോൾ ജനറലിനെ പിന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേറെ പോസ്റ്റില്ല, വേക്കൻസി ഇല്ല. ഏറ്റവും ഉയർന്ന പോസ്റ്റ് ജനറലാണ്. അതുകൊണ്ട് ഫീൽഡ് മാർഷലായിട്ട് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കൊടുക്കാൻ തീരുമാനിച്ചു. ഫീൽഡ് മാർഷൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു പ്രൊമോഷൻ പോസ്റ്റല്ല, അത് ആലങ്കാരികമായൊരു പദവിയാണ്. ഇന്ത്യ ഗവൺമെൻറ് പണ്ട് ബംഗ്ലാദേശ് യുദ്ധം ജയിച്ചപ്പോൾ ജനറൽ മനേക്ഷായ്ക്ക് ഫീൽഡ് മാർഷലായിട്ട് സ്ഥാനക്കയറ്റം കൊടുത്തു. അതൊരു പദവി മാത്രമാണ്. അതുപോലെ പിൽക്കാലത്ത് മനേക്ഷായ്ക്ക് കൊടുത്തു. ഒരുപാട് കാലത്തിന് ശേഷം ആദ്യത്തെ കരസേനാ മേധാവിയായിരുന്ന കരിയപ്പയ്ക്ക് ഫീൽഡ് മാർഷലായിട്ട് ഒരു സ്ഥാനക്കയറ്റം നൽകേണ്ടത്. ഏതായാലും പാകിസ്ഥാൻ അങ്ങനെ പിശുക്ക് കാണിക്കുന്നവരല്ല. ജനറൽ മുനീറിൻ്റെ ആ വിശിഷ്ട സേവനമുണ്ടല്ലോ, പാകിസ്ഥാൻ ഇന്ത്യയുടെ ഇടി വന്നപ്പോൾ അടി വരുമ്പോൾ കരണം കാണിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വൈഭവം മുൻനിർത്തി, അദ്ദേഹത്തിന് പാകിസ്ഥാനിലുള്ള ജനപിന്തുണ മുൻനിർത്തി, അദ്ദേഹത്തിൻ്റെ അനിതര വനിതാ സാധാരണമായ കഴിവുകൾ ഗുണഗണങ്ങളൊക്കെ മുൻനിർത്തി പുള്ളി ഫീൽഡ് മാർഷലാക്കാൻ തീരുമാനിച്ചു. ഇനിമേൽ പുള്ളി ഫീൽഡ് മാർഷൽ മുനീർ എന്നാണ് അറിയപ്പെടുക. ഇത് കേൾക്കുമ്പോൾ ഈ ഫീൽഡ് മാർഷൽ മനേക്ഷ അല്ലെങ്കിൽ ഫീൽഡ് മാർഷൽ മോൺഗോമറി എന്നൊക്കെ പറഞ്ഞ വലിയ സേനാനായകന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ഇത് കേട്ട് പരലോകത്തിരുന്ന് തല കുനിക്കരിക്കും, ലജ്ജിച്ച് തല താഴ്ത്തും. കാരണം ജനറൽ മുനീറിന് വരെ ഫീൽഡ് മാർഷൽ പദവി കിട്ടി എന്നാലോചിച്ച്. അപ്പോൾ അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ എല്ലാ ഫീൽഡ് മാർഷൽമാരുടെയും ഈ അപമാന ഭാരം കൊണ്ട് തല കുനിയുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ജനറൽ മുനീറിനെ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തെ പോലെയുള്ള പുകവന്മാരെ ഉള്ളതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത്. ഈ കാരണവന്മാർ പറയില്ല, വായിൽ നാക്കളുണ്ടാണ് അല്ലെങ്കിൽ പണ്ടേ പട്ടി പിടിച്ചേനെ എന്ന് പറഞ്ഞ പോലെ ജനറൽ മുനീറിന് യുദ്ധം ചെയ്യാൻ ഇത്തിരി കഴിവുകളുണ്ടെങ്കിലും അടി വരുമ്പോൾ കരണം കാണിക്കുന്ന സ്വഭാവക്കാരനാണെങ്കിലും അദ്ദേഹത്തിന് ചപ്പടാച്ചി അടിക്കാനുള്ള കഴിവ് നല്ലോണമുണ്ട്. ആര് കണ്ടു ഇനി 1-2 മാസത്തിനകത്ത് പുള്ളി ഷഹബാസ് ഷെറീഫിനെ അട്ടിമറിച്ച് പണ്ട് പർവേസ് മുഷറഫ് ചെയ്ത പോലെ, അല്ലെങ്കിൽ സിയാവുള്ളാക്ക് ചെയ്ത പോലെ, അല്ലെങ്കിൽ അയൂബ് ഖാൻ ചെയ്ത പോലെ പാകിസ്ഥാനിൽ അധികാരം പിടിച്ചെടുക്കില്ല. ഏതായാലും വരാനുള്ള വഴി തങ്ങില്ല. ജനറൽ മുനീറിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. പാകിസ്ഥാൻ്റെ സൈനിക ചരിത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ തങ്കലിപികളിൽ രേഖപ്പെടുത്തും എന്ന വിശ്വാസത്തോടെ താൽക്കാലത്തേക്ക് വിടാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.